ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് മാഡ്രിഡിലാണ്. മാഡ്രിഡിൽ ടൊളേദോയിലേക്ക് പോണ റൂട്ട്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആമസോണിൽ ഒരു ലോഡറൊക്കെ ഉണ്ടായിരുന്നു. നെതർലാൻഡ്സിൽ നിന്ന് ഒറ്റ പലറ്റ് ഉണ്ടായിരുന്നുള്ളൂ, നെതർലാൻഡ്സിൽ നിന്ന് ഇവിടെ വരെ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാലത്തന്നെ ലോഡർക്ക്. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 10 മണി. 9 മണിക്കായിരുന്നു എനിക്ക് ഇത് തന്നിരുന്നത്. 8:45 നമ്മളിവിടെ എത്തി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഒരു DHL ലോഡ് കയറ്റാൻ പോവാം. ഇപ്പം DHL പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കേ ലോഡ് കയറ്റുള്ളൂ. 3 മണിക്ക് ലോഡ് കയറ്റിയിട്ട് മാലാഗ, അതായത് ഇവിടെ നിന്ന് ഞങ്ങളുടെ ബേസിൻ്റെ അവിടെ നിന്ന് ഒരു മണിക്കൂറത്തെ യാത്ര, 1.5 മണിക്കൂർ. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് ഇന്ന് കാലത്ത് 5:45 ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ നടക്കില്ല. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചെന്നിട്ട് കാട് ഊരിയിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ലോഡ് കയറ്റി എപ്പോഴാണോ എൻ്റെ റെസ്റ്റ് 9 മണിക്കൂർ കഴിയുന്നത് വണ്ടി എടുത്തിട്ട് നേരെ താഴ്ത്തേക്ക്. അതാണ് അപ്പം ഇന്നത്തെ പ്ലാൻ. വെളുപ്പിന് ലോഡ് ഇറക്കാം, അതുവഴി നേരെ ബേസിൽ പോവാം, വണ്ടി ഇടാം, എന്നിട്ട് നേരെ വീട്ടിൽ പോവാം. അതിനപ്പോൾ ഇന്നത്തെ പ്ലാൻ. ഇതാണ് ആമസോണിൻ്റെ മാഡ്രിഡിലെ സംഭവം. ഇത് പുതിയ ഇൻസ്റ്റലേഷനാണ് മാഡ്രിഡിലെ. ഇത് മൊത്തം ഇത് ജോലിക്കാരുടെ വണ്ടികളാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കാറിൻ്റെ ഇതാണ് ഈ സംഭവം മൊത്തം കാണുന്നത്. നമുക്കപ്പോൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും 8 മണിയാകുമ്പോഴേക്കും രാത്രി 8 മണിയാകുമ്പോഴേക്കും നേരെ അവിടെ നിന്ന് തെറിക്കാം. ഇവിടേക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് വന്നതാണ് ഒരു പ്രാവശ്യം ലോഡ് ഇറക്കാനായിട്ട്. Sal de la rotonda por la segunda salida por la autovía de la Sagra. ഒരു ഒറ്റ പലറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ബ്ലോക്കായിപ്പോയി. അവിടുത്തെ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, അത് വാർഡിയ സിവിലിൻ്റെ വണ്ടിയാണല്ലോ. അപ്പോൾ സാവധാനം പോവാം, ഇതൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവർ കൈയണിയും. ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ലാന്നേ. Sal de la rotonda por la primera salida. അയ്യോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു പണി കിട്ടി. നെതർലാൻഡ്സിലേക്ക് പോകണ വഴിക്ക് ഫ്രാൻസ് കഴിഞ്ഞ് പാരീസ് ക്രോസ് ചെയ്യുന്ന അവിടെ അദ്വാനാസ് എന്ന് പറയാം, മറ്റേ ദുവാന ഇങ്ങോട്ട് ടാക്സിൻ്റെ ടീമുകൾ നിൽക്കണം. ഞാൻ അറിയാതെയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ നിൽക്കണം. ഇത് കണ്ട വഴിക്ക് തന്നെ അവനവിടെ ഒരു വണ്ടി ഇട്ട് ചെയ്യായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ മുഖത്തോട്ട് അവനെ നോക്കിയേ. കണ്ട വഴിക്ക് ഇവന്മാർ അപ്പ വണ്ടി എടുത്തിട്ട് എൻ്റെ പറയാൻ. ഞാനപ്പോൾ അവിടെ നിന്ന് പാരീസിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വരാം, നല്ല സ്പീഡിൽ വരാം.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അവൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഇടയിൽ കുത്തി കയറ്റി ലൈറ്റ് ഇട്ട് നേരെ പുള്ളിയുടെ പുറകെ കൂടെ പോയി കുറച്ച് കഴിഞ്ഞ് വണ്ടി എടുത്താൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ എൻ്റെ ക്യാബിൻ വരെ അവർ കയറി ചെക്ക് ചെയ്തു. എന്നോട് ചോദിച്ചു വലിക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വലിക്കില്ല എന്ന് തോന്നുന്നു. സ്മോൾ കഴിക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കഴിക്കും. കുപ്പി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കുപ്പി ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ എൻ്റെ 2 കുപ്പി ഉണ്ടാവും എല്ലാ പ്രാവശ്യം യാത്ര പോകും. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, ഒരു റുട്ടീൻ ചെക്കപ്പാണ്. എന്നോട് എന്നിട്ട് പറഞ്ഞു ലോഡ് അയക്കാൻ പറഞ്ഞു. ക്യാബ് മറ്റേ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിമോൾക്ക് പുറകെ കഴിച്ചു. അവർ മുകളിൽ കൂടെ ഒക്കെ നോക്കി ചെക്ക് ചെയ്തു. പിന്നെ ഞാൻ സഹായിച്ചു, ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു കാര്യം. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾ ലോഡ് കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ലോഡിങ്ങിൻ്റെ സമയത്ത് ഡ്രൈവർമാരെ അടുപ്പിക്കില്ല. അതെന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് റെസ്പോൺസിബിലിറ്റിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ആരൊക്കെയോ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ കൊത്തഴിച്ചു. എന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഴിക്കണേ. കൊത്തഴിച്ച് ഇതൊക്കെ ക്യാബിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഷൂസ് ഇട്ട് ചവിട്ടുമ്പോൾ സൂട്ടിച്ചോളാം, കാരണം ഞാൻ അതധികം വൃത്തികേടാക്കാറില്ല, ഞാൻ പോലും കയറാറില്ല എന്ന്. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ സീറ്റിൻ്റെ മുകളിൽ കയറി മുട്ടുകുത്തിന്ന് പുള്ളി കുറേ പരിപാടികൾ, അങ്ങനത്തെ കുറേ കോമഡികൾ. അത് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞോട് പൊക്കളം പറഞ്ഞു. അപ്പൊ തന്നെ വേറൊരു ട്രക്കിനെ ഓട്ടൊക്കെ ചെയ്ത് പോകണ്ടായിരുന്നു. പുള്ളി അതിന്റെ പുറകെ വെച്ച് പിടിക്കണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് പെട്ടു. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി 38 കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. എനിക്ക് എൻ്റെ അറിവ് ശരിയാന്ന് വെച്ചാൽ ഞാൻ ആ ഭാഗത്ത് ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എനിവേ നമുക്കപ്പോൾ പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ എങ്ങനെയാണ് ഇവിടെ നിന്ന്. ഇവിടുത്തെ വെക്കേഷൻ അനുസരിച്ച്, ഞങ്ങളുടെ വെക്കേഷൻ അനുസരിച്ച്, അത് യൂറോപ്പിൽ അതായത് സ്പെയിനിലെ നിയമം അനുസരിച്ചിട്ട് ഏതൊരു ജോലിയാണെങ്കിലും ഒരു വർഷത്തിൽ 1 മാസം വെക്കേഷൻ ഉണ്ട്. അത് നമുക്ക് 2 തരത്തിലെടുക്കാം. ഒന്നുമില്ലെങ്കിൽ 15 ഇതായിട്ട് കമ്പനിക്ക് തരാം. 15 2 ആഴ്ചത്തെ അവധി, പിന്നീട് ഏതെങ്കിലും വർഷത്തിൻ്റെ സമയത്ത് 2 ആഴ്ചത്തെ അവധി. അങ്ങനെയാണ് ചില കമ്പനികൾ തരാം. ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ ആദ്യം വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം അവധി ഉണ്ടായിരുന്നു. 3 മാസത്തിൽ യൂണിവേഴ്സിറ്റി അടയ്ക്കണ സമയത്ത് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇതിൽ നമുക്ക് എക്സ്ട്രാ 1 മാസത്തെ അവധി ഇതായിട്ടുണ്ട്. പിന്നെ ചെറിയ പണികളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ 2 മാസം തള്ളി നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഈ വണ്ടിയിലെ ഇത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തേക്കാണ് അവധി, വർഷത്തിൽ 1 മാസം. സാധാരണഗതിയിൽ ഞങ്ങൾ വെക്കേഷൻ എടുക്കുന്നത് വേനൽക്കാലത്താണ്. വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൺ മുതൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഇതിൻ്റെ ഇടയിലാണ് സാധാരണ കമ്പനിക്കാർ ഡ്രൈവർമാരും ലീവ് എടുക്കാം. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയം, ഇപ്പം നമ്മൾ ഡിസംബർ സമയമാണ്. ഡിസംബർ ഒരു ഒക്ടോബർ പകുതി മുതൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇതന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 6-7 മാസത്തോളാണ് ഇവിടെ കമ്പാഞ്ഞ എന്ന് പറയാം. കമ്പാഞ്ഞ എന്ന് പറഞ്ഞ സീസൺ. ഈ സീസണിലാണ് ഓട്ടങ്ങളെല്ലാം നടക്കാം. ഈ ഓട്ടം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 3-4 മാസം വന്നിട്ട് നല്ല ഓട്ടങ്ങളൊന്നുമില്ല, പുറത്തേക്കുള്ള ഓട്ടങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറി, പൂക്കൾ, ഫ്രൂട്ട്സ്, ഈ സംഭവങ്ങളെല്ലാം വന്നിട്ട് ഈ സമയത്താണ് പുറത്തേക്ക് പോകണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓട്ടങ്ങൾ കുറവായിരിക്കും. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ഞങ്ങൾ ലീവ് എടുക്കുന്നത് ആ സമയത്താണ്. 1 മാസത്തേക്ക് ലീവ് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ ലീവ് എടുക്കാറില്ല. ഞാൻ എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ജൂൺ മാസത്തെ അവസാനത്തെ വീക്കും ജൂലൈ മാസത്തെ ആദ്യത്തെ ആഴ്ചയും, അങ്ങനെ 2 ആഴ്ചയാണ് ഞാൻ എടുക്കാറ്. എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം 1 മാസത്തേക്ക്. അപ്പോൾ സാധാരണ ഞങ്ങൾ എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവർമാർ എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 1 മാസത്തെ പകുതി കൊണ്ട്
പിന്നത്തെ മാസത്തെ പകുതി വരെ ഞങ്ങൾ ലീവ് എടുക്കുക. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ലാതിരിക്കാനായിട്ട്. അവർ ഇത് പേ ചെയ്യാന്ന് വെച്ചാൽ അവർ പേ ചെയ്യും. പക്ഷെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആണ്. പോയില്ലെങ്കിൽ സാലറി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടുത്തെ സാലറിയാണ്. ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ട്രക്ക് ഫീൽഡ് ആയതുകൊണ്ട് അഡീഷണൽ ഇൻസെൻറ്റീവ് സംഭവങ്ങൾ ഞങ്ങളിപ്പോൾ കിലോമീറ്ററിന് ഓടണം. അപ്പോൾ കിലോമീറ്ററിനനുസരിച്ചാണ് ഞങ്ങൾക്ക് സാലറിയുടെ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ വലിയ തരത്തിൽ വ്യത്യാസം ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു മാസത്തെ അവസാനം പിന്നത്തെ മാസത്തെ ഇതിലായിരിക്കും ഞാൻ സാധാരണ രീതിയിൽ ഇവിടെ ലീവ് എടുക്കണത്. അപ്പോൾ ബാക്കിയുള്ള പേയ്മെൻറ്റ് അവർ കയ്യിൽ തരും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ ലീവ് എന്ന്. പിന്നെ ചില കമ്പനികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 മാസം വേനൽക്കാലത്തെ 3 മാസം കമ്പനി അടച്ചിടും. ആ 3 മാസത്തെ വെക്കേഷൻ പോകും. പക്ഷേ ഈ 3 മാസത്തെ വെക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വന്നിട്ട് 9 മാസത്തെ കോൺട്രാക്റ്റിനുള്ള ലീവേ നമുക്ക് ലീവിനുള്ള പേയ്മെൻറ്റേ തരുള്ളൂ. ബാക്കി വന്നിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തു പോകണം. പുറത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് വന്നിട്ട് വേനൽക്കാലത്ത് വന്നിട്ട് ഓട്ടങ്ങൾ കുറവായതിൻ്റെ പേരിൽ കമ്പനിക്ക് നഷ്ടമാണ് ഒരു ഡ്രൈവറെ വെക്കണത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസത്തെ ലീവിന് ഇപ്പോൾ ഞാനൊരു മാസം ഇപ്പോൾ ജൂലൈ മാസം ലീവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജൂലൈ മാസത്തെ ടാക്സ് ദേവന പോലീസിന് വേണ്ടി ജൂലൈ മാസത്തെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് വന്നിട്ട് 900 മുതൽ 1200 യൂറോ വരെയാണ് ഒരു മാസത്തെ ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കണത്. പിന്നെ അത് കൂടാണ്ട് വന്നിട്ട് ഈ വണ്ടിയുടെ ഇത് റെൻറ്റിങ് ആണ്. ഒരു മാസം ഒരു 1000, ഇതിപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് റേറ്റ് കൂടുതലാണ്. ഒരു മാസം എങ്ങനെ പോയാൽ ഒരു 1500 1700 വെച്ചിട്ട് വണ്ടിക്ക് അടയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഒരു മാസം ലീവിന് പോയി കഴിഞ്ഞാൽ ഞാൻ ലീവിന് ഒരു മാസം പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാനായിട്ട് വേറെ ആളുണ്ടാവില്ല. കാരണം ഇത് ഞാൻ മാത്രമേ സാധാരണ രീതിയിൽ ഞാൻ മാത്രമേ വണ്ടി എടുക്കാം. അപ്പോൾ എന്നിട്ടാന്ന് വെച്ചാൽ ആ വണ്ടിയുടെ ആ പേയ്മെൻറ്റ് ഓരോ അടയ്ക്കണം. പിന്നെ എൻ്റെ ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പോൾ കമ്പനിക്കാർ എന്നിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പരിപാടി ചെയ്യും. പക്ഷേ നമ്മുടെ അടുത്ത് പറയും 3 മാസത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് എപ്പോഴാണോ ജോലി തിരിച്ചു വരാൻ താല്പര്യം എന്ന് വെച്ചാൽ എപ്പോഴേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കോൺട്രാക്ട് വയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഞങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എടുക്കണമെങ്കിൽ എടുക്കാം. ചിലവർ വന്നിട്ട് 15 ദിവസം വേനൽക്കാലത്ത് എടുക്കും, 15 ദിവസം വന്നിട്ട് ഡിസംബറിൽ എടുക്കും. ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. ഇപ്പം ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഞങ്ങളുടെ കമ്പനി ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണം വന്നിട്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വണ്ടി എടുത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വണ്ടി എടുത്തു. അവിടെ നിന്ന് നേരെ ലോഡ് കയറ്റി. അവിടെ നിന്ന് നേരെ നെതർലാൻഡ്സിൽ പോയി. അവിടെ നിന്ന് ലോഡ് ഇറക്കി. അവിടെ നിന്ന് അന്ന് തന്നെ തിരിച്ച് ലോഡ് കയറ്റി. ഇന്നലെ വന്ന് ട്രെയിനിൽ കയറിയിട്ട് ഞായറാഴ്ച ഞാൻ 24 മണിക്കൂർ റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇന്ന് തിങ്കളാഴ്ച കാലത്ത് പോയി ലോഡ് ഇറക്കി. അടുത്ത ലോഡ് കയറ്റിയിട്ട് ഈ ചൊവ്വാഴ്ച, അതായത് 7 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തും. ഇനി ചൊവ്വാഴ്ച, അതായത് നാളെ രാവിലെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. അപ്പോൾ നമുക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസം അടുത്ത് ഏകദേശം സമയം കിട്ടും വീട്ടിൽ ഇതെടുക്കാനായിട്ട്. റെസ്റ്റ് കിട്ടും. അപ്പം അതിൻ്റെ പേരിൽ പിന്നെ ഒരു 7 ദിവസം പുറത്ത്, പിന്നെ തിരിച്ചു വരുമ്പോൾ 3-4 ദിവസം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 3-4 ദിവസം എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പോവുക, തിരിച്ചു വരാം, വീട്ടിൽ കുതിരിക്കുക. ഇത്രയാണ് പരിപാടി ഞങ്ങൾ. എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം വന്നിട്ട് ഈ ആഴ്ചയിൽ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വന്നിട്ട് 90 ഓടിക്കുന്നതിന് പകരമായിട്ട് ഞാൻ 100 അവർ വണ്ടി ഓടിച്ചു. കാരണം എത്തില്ല, ഇന്ന് കാലത്ത് എനിക്ക് ഇവിടെ ലോഡ് ഇറക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എത്തില്ല. അതിൻ്റെ മുന്നത്തെ ആഴ്ച വന്നിട്ട് 90 കഴിഞ്ഞിട്ട് BBX 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് 90 മണിക്കൂറിന് 100 മണിക്കൂർ എനിക്ക് ഓടിക്കേണ്ടി വന്നു. അതിൻ്റെ പെൻഡിങ് കിടപ്പുണ്ട്. പിന്നെ അടുത്ത് ഈ ആഴ്ചയ്ക്ക് വന്നിട്ട് ഇന്ന് തിങ്കളാഴ്ച കാലത്ത് 10 മണിയായിട്ടുള്ളൂ. എനിക്ക് ഇനി വന്നിട്ട് 37 മണിക്കൂറാണ് എനിക്ക് ഇനി ഈ ആഴ്ച വണ്ടി ഓടിക്കാനുള്ളൂ. അതായത് ഇന്നത്തെ വണ്ടി കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വന്നിട്ട് ഒരു 10 മണിക്കൂറും കൂടെ, 10 അല്ല 30 മണിക്കൂറും കൂടെ, 3 ഡ്രൈവ്. അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഞാൻ വണ്ടി എടുക്കുള്ളൂ. ഏകദേശം അങ്ങനെയാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് എമർജൻസി വല്ല ലോഡ് അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ലീവ് എടുത്തിട്ട് എന്തെന്ന് പറയുക, വലിയ പരിപാടി എന്ന് പറയുന്ന ആഴ്ച വേനൽക്കാലത്ത് 2 ആഴ്ച ലീവ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യാത്ര പോവും, ഫാമിലി ആയിട്ട് തിരിച്ചു വരും. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ക്രിസ്മസിന് വന്നിട്ട് ഇപ്പോൾ അടുത്ത് ഈ 2 ഇത് കഴിയുമ്പോഴേക്കും ക്രിസ്മസാണ്, ഒരാഴ്ച കഴിയുമ്പോഴേക്കും. ക്രിസ്മസിന് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസിന് നമുക്ക് വീട്ടിലിരിക്കാം. അതിനും കിട്ടും ഒരു 4 ദിവസം. അപ്പം അതിൻ്റെ പേരിൽ വെക്കേഷൻ അഡീഷൻ ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്ന് പറയാനായിട്ട്
എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ പറയുന്നു, ചെല്ലുമ്പോൾ തന്നെ പറയും ഇന്ന ദിവസം ഏകദേശം നമ്മുടെ സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വരണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ വെക്കേഷന് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വരും. പേയ്മെൻറ്റ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം വന്നിട്ട് കിലോമീറ്ററിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. അല്ലാണ്ട് മാസം സാധാരണ സാലറിയുടെ ഇപ്പോൾ 2 ആഴ്ച പോയില്ലെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് തരും, കയ്യിൽ തരും. അങ്ങനെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇവിടുത്തെ ലീവും സംഭവം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഓരോ സംഭവം മാറി പറഞ്ഞത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 8 അല്ലെങ്കിൽ 9 ദിവസം കൊണ്ടായിരുന്നു വീട്ടിലെത്തിരുന്നത്. പിന്നെ 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 3 ദിവസം വരെ കിട്ടും, റെസ്റ്റ് എടുക്കും, തിരിച്ച് ആദ്യം കയറി വരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് അത് 7 ദിവസമാക്കി വരും. ബാക്കിയുള്ളത് വീട്ടിൽ റെസ്റ്റ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ കമ്പനി മാറാനുള്ള ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുറേ പേര് ഇറങ്ങി പോയിട്ടുണ്ട്. സാലറി വേറെ കമ്പനിയിൽ കൂടുതൽ കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ സാലറി കൂടുതൽ കിട്ടും. അതായത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികളിൽ ഇപ്പോൾ നമ്മൾ 24 മണിക്കൂർ റെസ്റ്റ് നമ്മൾ വീടിൻ്റെ പുറത്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 45 മണിക്കൂർ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ട്. 50 യൂറോ അല്ലെങ്കിൽ 60 യൂറോ ഒരു ദിവസം പുറത്തെടുക്കാമെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സാലറി ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 45 മണിക്കൂർ 2 ദിവസം കഷ്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് അപ്പം തന്നെ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ഫാമിലിയൊക്കെ ഉള്ള ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചൊരു വീട്ടിൽ നിൽക്കണം എനിക്ക് താല്പര്യം, ഈ വഴി കിടക്കണേക്കാളും താല്പര്യം. അപ്പോൾ നമ്മൾ പറയും പേയ്മെൻറ്റ് വേണ്ട, ഞാൻ വീട്ടിൽ കിടന്നോളാം എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് കുറച്ച് തരും. 7 ദിവസം മാക്സിമം 8 ദിവസമൊക്കെ ഇപ്പോൾ, അല്ലെങ്കിൽ 7 ദിവസം. ഇപ്പോൾ നമ്മൾ വന്നു, ഇപ്പോൾ 7 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഓട്ടങ്ങൾ. പിന്നെയും സാലറി കൂടുതൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഡബിൾ പോകാൻ പറയും. ഡബിൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 6 ദിവസം കൊണ്ട് തിരിച്ചെത്താം. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ 7 ദിവസം, ഡബിൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ സംഭവം. ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളെന്ന്. ഇവിടെ ലീവിൻ്റെ ഒക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് അത്രേ ഉള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ചിലവരുണ്ട് കുറേ നാൾ ഒരു 3-4 വർഷം വണ്ടി ഓടിച്ചിട്ട് ഒരു 4 മാസം ഇറങ്ങിയേക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം വെറുതെ നടക്കും. അത് കഴിഞ്ഞ് പോറടിക്കും, പിന്നെ ആദ്യം വണ്ടി കയറും. അതൊക്കെ ഓരോ ഡ്രൈവർമാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരാ വിശേഷങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വന്നിട്ട് നൈറ്റ് ഡ്രൈവ് ആയിരുന്നു എനിക്ക്. ആമസോണിൻ്റെ ഓട്ടോ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് രാത്രി ഇതിലിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. രാത്രികളിൽ ഓട്ടങ്ങൾ ഇപ്പോൾ കൂടുതലായിപ്പോൾ. പക്ഷെ എന്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് വീട്ടിലെത്താം. അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിഷയം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ നമ്മളൊരു കമ്പനിയിൽ ജോലി കയറി കഴിയുമ്പോൾ അവർ നമുക്ക് ലോഡ് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇത് കേട്ടുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ, വലിയ അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് സെക്യൂരിറ്റി പാർക്കിൽ ഇടാത്ത സംഭവങ്ങൾ അതല്ല അവർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റിസ്ക് കുറവാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എമർജൻസി ഓട്ടങ്ങളായിരിക്കില്ല. പിന്നെ എന്ന് പറയുക കമ്പനിയായിട്ട് കുറച്ചും കൂടെ ഇടപഴകി നമ്മളെയൊക്കെ അവർ കുറച്ചും കൂടെ ഇതാക്കി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ആമസോണിൻ്റെ അല്ലെങ്കിൽ DHLൻ്റെ അല്ലെങ്കിൽ പോസ്റ്റൽ ഓട്ടങ്ങൾ ഈ ആദ്യ സംഭവങ്ങളായിരിക്കും തരാം. അതായത് ചിലപ്പോൾ ഹെവി കോസ്റ്റ്ലി സംഭവങ്ങളൊക്കെ തരാം. അപ്പോൾ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെൻഷനായിരിക്കുന്നേ. ഇത് എത്തണ വരെ അങ്ങോട്ട് പോകുന്നത് പച്ചക്കറിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം, ആരും എടുത്തോണ്ട് പോവില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ പണിയായിക്കൊണ്ടിരിക്കുക. പേയ്മെൻറ്റ് കൂടുതലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പം അതിന് താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ സത്യത്തിൽ നമുക്ക് താല്പര്യം ഇല്ല റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിക്ക്. പക്ഷെ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാവും കമ്പനിയിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. താല്പര്യം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം പച്ചക്കറിയാ തിരിച്ച് കയറ്റാനായിട്ട്. നമുക്കൊരു റിസ്ക്കും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, എവിടെ വേണമെങ്കിലും കൊണ്ടിടാം ലാവിഷായിട്ട്. പക്ഷെ കമ്പനിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരില്ല അത്. അങ്ങനെയൊക്കെയാണ് വിശേഷം കൂട്ടുകാരെ. ഇപ്പം നമ്മളിത് എന്നിട്ടൊരു നാഷണൽ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ റൂട്ട് ഞാൻ വന്നിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ വന്നല്ല എന്നാണ് എൻ്റെ അറിവ്. മാറ്റിൽ കയറി കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഹൈവേകളാണ് എടുക്കാറ്.
ഇവിടെ എന്നിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 70 കാണിച്ചേക്കണേ. ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട് ഇങ്ങനത്തെ വഴികളിൽ. നമ്മുടെ ഫ്രണ്ടിലൊരു ട്രെയിലർ കൊണ്ട് അതിൻ്റെ പുറകെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് DHLൻ്റെ അവിടെയാണ് ഇനിയും. ഇപ്പോൾ നമ്മൾ DHLൻ്റെ അവിടെ പോയി കിടന്നിട്ട് 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് ലോഡ് എടുക്കും. വീണ്ടും നമ്മൾ വിശ്രമിക്കും. അങ്ങനെ ഇന്നലെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്പെയിൻ്റെ ബോർഡറിൽ വന്നിട്ട് ഇന്നവിടെ ഇതാണ് റെഡ് ഇതെല്ലാം അവിടത്താണ്. അവിടെ മഞ്ഞ് വീഴ്ച ഹെവിയാന്ന് കേട്ടോ. നമ്മളതുകൊണ്ട് ഇന്നലെ ഇറങ്ങി. അതുകൊണ്ട് വലിയ കുഴപ്പം കിട്ടിയില്ല. ഇവിടെയൊക്കെയാണ് ചെക്കിങ് ചിലപ്പോഴൊക്കെ ഉണ്ടാവുക. ബ്രേക്ക് കിട്ടി 250. നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് വലത്തോട്ട് പോകണം. En 4,5 kilómetros, gira a la izquierda la Nacional 400. ഇതൊക്കെ മാഡിൻ്റെ അകത്ത ഇതാണ് കേട്ടോ. മാഡിൻ്റെ ജസ്റ്റ് ഔട്ടർ ഉള്ള ഭാഗങ്ങളാ. നമുക്കെന്തായാലും ഇത് ആ പുള്ളിയുടെ പുറകെ പോകും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 17 കിലോമീറ്റർ കൂടെയാണ്. ഇവിടെ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ എത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ. ഞാനപ്പോൾ ലോഡ് ഇറക്കണോടത്ത് വന്നിട്ട് അതർ വർക്കിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല. അതിലും ഭേദം ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് താമസിക്കും. ഇവിടുത്തെ 80 കിലോമീറ്റർ സ്പീഡ് ഇവിടെ. ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായാലും gira a la izquierda la Nacional 400. എന്തോ ഖനനങ്ങളൊക്കെ നടക്കണ്ട ഇവിടെ. അതേ റെയിൽ പാളങ്ങളുടെ പണി നടപ്പുണ്ട്. ഇല്ല, പണിയല്ല. ഇതെവിടെയെങ്കിലും കമ്പനികളുണ്ടാവും, വലിയ കമ്പനികൾ, അവിടേക്കുള്ള സംഭവം.
señal de stop. Gira a la izquierda. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് കയറണം. ഒരു 12 കിലോമീറ്ററാണ് പറയണേ. ഓ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തെന്ന് പറഞ്ഞ വണ്ടിക്ക് പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചവിടി കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ സ്റ്റോപ്പ് സിഗ്നൽ ഉള്ളതുകൊണ്ട് എൻ്റെ പൊന്നോട്ട് വരാൻ നിന്നെക്കാളും പ്രിഫറൻസ് എനിക്കുണ്ട്. സിവിൽ വീണ്ടും പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മൊത്തം നോക്കരുത്, അവരപ്പടിക്കും ലൈറ്റ്. അതെന്താന്ന് വെച്ചാൽ അതങ്ങനെയാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഫ്രണ്ടിൽ വന്നിട്ട് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കാണിക്കും. ഒരു മഞ്ഞ സാധനം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കയറുന്നിട്ട് ഇങ്ങനെ കാണിക്കും. സൈഡിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്തേണ്ട കാര്യമൊന്നുമില്ല, കണ്ടില്ല എന്ന് പറയാം. ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ പുറയുന്നു വന്നിട്ടുണ്ടോന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ഇവിടെ ഒരു റഡാറുണ്ട്. എത്രയാണ്? 80 അല്ല 90. എങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് സ്പീഡ് കുറച്ച് പോവാം. ഇത് മിക്കവാറും ഒരു ജയിലായിരിക്കണം. അതെ, അക്സസ് ഓർ എക്സ്ട്രീതോ ഇതൊരു ജയിലാണ്. അവിടുത്തെ ഇതേ ഇരിക്കണം നമ്മളെ ആള്. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 90 എങ്കിലും മാക്സിമം ബഹുമാനിച്ചിട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ കൂടെ നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഒരു വണ്ടി കിടക്കണം. ഇതുപോലത്തെ വണ്ടി തിരിഞ്ഞ് കിടക്കണം കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രേക്ക് വിട്ടും. അപ്പുറത്തെ ഒരു ഇത് കിടപ്പുണ്ട്, പക്ഷേ എങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. അവന്മാർ പല വണ്ടികളിലും വന്നിട്ട് ഇതുപോലെ ഒന്നും കണ്ടിട്ട് റഡാർ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരും നമുക്ക്. ഒരു ചുള്ളനെ അവിടെ നിന്ന് തന്നെ വരവ് നോക്കിയേ. ഇങ്ങനെ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വരണ സമയത്ത് അത് ഓവർടേക്ക് ചെയ്യില്ലാന്ന് കണ്ടാൽ നമ്മളപ്പം ചവിട്ടും. കോമണിക്ക് നിൽക്കാറില്ല. ഇവിടെ നിന്ന് 7.5 കിലോമീറ്റർ. ഇവിടെ
ഇവിടെ ഇപ്പോൾ വന്നിട്ട് 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് മാഡ്രിഡിൽ. ഇതിൻ്റെ ഫ്രണ്ടേരിയയിൽ, അതായത് ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇന്നലെ ഒന്നും വണ്ടിയുടെ പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല. ഇറങ്ങി അപ്പം തന്നെ ഓടി കയറി. കൂട്ടുകാരെ, നമ്മളപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കണം. അതായിരിക്കണം ആ ബിൽഡിംഗ് DHL. അതന്നെ സംഭവം. പുള്ളിയാണ് കിടന്ന് നോക്കട്ടെ. ടെർമിനൽ എന്താ ടെർമിനൽ ഏതാന്നുള്ളത് അറിയില്ല, നോക്കി നോക്കേണ്ടി വരും. Sal de la rotonda por la primera salida por la CM 4005. ടോളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതേതോ ടോൾ റോഡിലേക്ക് വന്നാണല്ലോ. ഇതാണിപ്പോൾ സംഭവം. ഇതിൻ്റെ അകത്തേക്ക് എവിടെയെങ്കിലും കയറി കുറ്റി വണ്ടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് കാർഡ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ. DHL Mundo Animal. എന്തൊരു സംഭവമാണ്. Sal de la rotonda por la tercera salida por la calle de esa Plata 2. ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ. വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഇട്ടേ പറ്റൂ, പിന്നെ വേറെ ഒന്നും കുട്ടിയൊന്നുമില്ല. Gira a la izquierda la calle de esa Plata 2. നമുക്ക് ജ്വാദിച്ച് നോക്കാം. DHL എവിടെയാണോ? ഇതാണ് ഈ പറഞ്ഞ സംഭവം. Has llegado al destino. Coordenadas. El destino se encuentra a la izquierda. അവിടെ വണ്ടി പാർക്കുന്നുണ്ടോ നോക്കണ്ടേ? അവിടെ പോയിട്ട് റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ ഇട്ടിട്ട് നടക്കുമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ വണ്ടി അവിടെ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ അവസാനത്തെ തന്നെ DHL. ഇതിൻ്റെ അകത്തൊരു സ്പേസ് ഉണ്ട്, ഇവിടെ ഇട്ടിട്ടേ. അല്ലെങ്കിൽ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളൊരു കോമഡിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിവിടെ അങ്ങോട്ട് ചവിട്ടാം. എന്നിട്ട് നമുക്ക് നടന്നു പോയിട്ട് കാര്യം നടക്കും എന്നുള്ളത് ആദ്യം നോക്കാം. ഓ
അതിൻ്റെ ചില്ല വന്നിട്ട് തിട്ടണ. എടാ കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് ആൾക്കാർ നടക്കാൻ ഈ സൈഡിൽ കൂടെ പോട്ടെ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സ്ഥലത്തെത്തി. എന്തായാലും പോയി ചോദിച്ചു നോക്കട്ടെ ബാക്കി കാര്യം പിന്നെ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.